യോന. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 32-ാമത്തെ പുസ്തകമായ യോനയിലേക്ക് കടക്കുകയാണ്. മത്സ്യത്തിൻ്റെ വായിൽ 3 രാവും പകലും കിടന്ന യോനയുടെ കഥ നമുക്ക് സുപരിചിതമാണെങ്കിലും ഇന്നത്തെ ഈ കഥ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന കഥയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം. യോന ഗലീലയിലെ നസ്രേത്തിലുള്ള ഗത്ത് ഹേഫർ എന്ന സ്ഥലത്തു നിന്നുള്ള പ്രവാചകനാണ്. ഇസ്രായേൽ അശൂരിലേക്ക് പ്രവാസത്തിന് പോകുന്നതിന് മുമ്പുള്ള കാലത്തിലാണ് യോന തൻ്റെ പ്രവചനങ്ങൾ നടത്തിയത്. ദൈവം യോനയെ ഉപയോഗിച്ചത് ഇസ്രായേലിൽ പ്രവചനങ്ങൾ നടത്താൻ മാത്രമല്ല, ഇസ്രായേലിനെ പലപ്പോഴും ആക്രമിക്കാറുള്ള അശൂരിൻ്റെ തലസ്ഥാനമായ നിനവയ്ക്കെതിരെയും കൂടിയായിരുന്നു. നിനവയുടെ ദുഷ്ടത ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം യോനയെ വിളിച്ച് നിനവയ്ക്കെതിരായി പ്രസംഗിക്കുവാൻ കൽപ്പിച്ചു. എന്നാൽ ഇസ്രായേലിനായ യോനയ്ക്ക് നിനവ തൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുന്നതിലോ ദൈവം അവരോട് കരുണ കാട്ടുന്നതിലോ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നസ്രേത്തിന്റെ കിഴക്കായി ഏകദേശം 550 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന നിനവയിലേക്ക് പോകുന്നതിന് പകരം നേരെ എതിർ ദിശയിൽ 2500 മൈൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന തർശീശിലേക്ക് പോകുവാൻ യോന തീരുമാനിച്ചു. യഹോവയുടെ സന്നിധിയിൽ നിന്നും എത്രമാത്രം ദൂരേക്ക് പോകാൻ കഴിയുമോ അത്രമാത്രം ദൂരത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ച് അവൻ യോപ്പയിൽ നിന്ന് കൂലി കൊടുത്ത് തർശീശിലേക്കുള്ള കപ്പൽ കയറി. എന്നാൽ യോനയെ വിട്ട് പിന്മാറാൻ ദൈവം തയ്യാറായില്ല. യഹോവ കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റടിപ്പിച്ചു. ആ വലിയ കോളിൽ കപ്പൽ തകർന്നു പോകുമെന്ന് തോന്നിയ കപ്പൽക്കാർ ഭയപ്പെട്ട് താന്താന്റെ ദേവന്മാരോട് നിലവിളിച്ചു. അവർ കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ ചരക്കുകൾ സമുദ്രത്തിൽ ഇട്ടുകളഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ യോന കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. തങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് സ്വന്തം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അവർ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ആരാണെന്ന് അറിയേണ്ടതിന് ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് തന്നെ വീണു. അങ്ങനെ അവർ യോനയോട് കാര്യങ്ങൾ തിരക്കി. അവൻ തൻ്റെ ദൈവമാരെന്നും ഈ പ്രശ്നങ്ങൾക്ക് കാരണം താൻ തന്നെയാണെന്നും സമ്മതിച്ചു. പ്രശ്നപരിഹാരത്തിന് തന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയാനും അവൻ ആവശ്യപ്പെട്ടു. അതല്ലാതെ വേറെ ഒരു മാർഗവും അവശേഷിക്കുന്നില്ല എന്ന് കണ്ട ആ പുരുഷന്മാർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന ആ മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നു. തന്റെ തെറ്റു മനസ്സിലാക്കിയ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. തന്റെ പ്രാണൻ തൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ അവൻ യഹോവയെ ഓർത്തു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്നവൻ ഏറ്റുപറഞ്ഞു. തുടർന്ന് യഹോവയുടെ കൽപ്പനയാൽ മത്സ്യം യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. നമ്മൾ പല കഥകളിലും കാണുന്നത് പോലെ നിനവയ്ക്ക് പോകാൻ മടിച്ച യോനയെ മത്സ്യം ഛർദ്ദിച്ചത് നിനവയുടെ തീരത്തല്ല. കാരണം നിനവെ സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമല്ല, അത് ഇന്നത്തെ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് യോനയെ മത്സ്യം ഛർദ്ദിച്ചത് ഒന്നുകിൽ ഇസ്രായേലിന്റെ തീരത്ത് എവിടെയോ അല്ലെങ്കിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിലോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അനന്തരം യഹോവയുടെ അരുളപ്പാട് വീണ്ടും യോനയ്ക്കുണ്ടായി. മുൻപ് കൊടുത്ത അതേ നിയോഗം തന്നെ ദൈവം യോനയ്ക്ക് നൽകി. ഇത്തവണ യോന അനുസരിച്ചു. അവൻ എഴുന്നേറ്റ് നിനവയിലേക്ക് ചെന്നു.
എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന 1 ദിവസത്തെ വഴി നിനവയിലേക്ക് ചെന്ന്, ഇനി 40 ദിവസം കൂടി കഴിഞ്ഞാൽ നിനവേ നിർമൂലമാകും എന്ന് വിളിച്ചു പറഞ്ഞു. നിനവയിലെ മനുഷ്യരുടെ ദുഷ്ടത ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം അധികമായിരുന്നിട്ടും യോനയുടെ പ്രസംഗം അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. രാജാവും മഹത്തുക്കളും ചെറിയവരും വലിയവരുമായിരിക്കുന്ന എല്ലാ മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ രട്ടുടുത്ത് ഉപവാസത്തോടെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കിയ ദൈവം താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് അത് അവർക്ക് വരുത്തിയതുമില്ല. ഇത് യോനയ്ക്കത്ര പിടിച്ചില്ല. അവൻ ദൈവത്തോട് കോപിക്കുകയും വാദിക്കുകയും ചെയ്തു. ദൈവം കരുണയുള്ളവനാണെന്നും മാനസാന്തരപ്പെടുന്ന ആർക്കും ദൈവത്തിന്റെ രക്ഷ ലഭിക്കുമെന്നും നല്ല ബോധ്യമുണ്ടായിരുന്ന യോന താൻ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആദ്യം തർശീശിലേക്ക് ഓടിപ്പോയതെന്ന് ദൈവത്തോട് പറഞ്ഞു. യോനയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നിനവേ ദൈവത്തിന്റെ ന്യായവിധിക്ക് പാത്രമാവണം എന്ന് തന്നെയായിരുന്നു. നിനവയ്ക്ക് ദൈവത്തിന്റെ ദയ ലഭിക്കുന്നത് കണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്നുവരെ യോനയ്ക്ക് തോന്നി. ദൈവത്തിന്റെ തീരുമാനം നിനവയോട് കരുണ കാണിക്കണം എന്നുള്ളതാണെന്ന് അറിഞ്ഞിട്ടും യോന പിന്മാറാൻ തയ്യാറായില്ല. ദൈവത്തിന്റെ മനസ്സ് മാറി ദൈവം നിനവയെ ശിക്ഷിക്കും എന്ന് പ്രത്യാശിച്ചിട്ടാവണം യോന നഗരത്തിന്റെ പുറത്ത് കടന്ന് അവിടെ ഒരു ടെന്റ് അടിച്ച് താമസിച്ച് നഗരത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ നോക്കിക്കൊണ്ടിരുന്നു. യോനയുടെ സങ്കടം കണ്ട ദൈവം അവനെ അതിൽ നിന്ന് വിടുവിക്കാൻ അവന്റെ തലയ്ക്ക് തണൽ നൽകാൻ ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. ആ ആവണക്ക് നിമിത്തം യോന സന്തോഷിച്ചു. എന്നാൽ പിറ്റേ ദിവസം ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആ ആവണക്ക് കുത്തിക്കളഞ്ഞു. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു. മരിച്ചാൽ കൊള്ളാം എന്നാഗ്രഹിച്ചു. ആവണക്ക് നശിച്ചു പോയതിൽ അവന് വിഷമം തോന്നി. അവൻ ദൈവത്തോട് വീണ്ടും കോപിച്ചു. യോന അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും വേറൊരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്ത ആവണക്കിനെ കുറിച്ച് അവന് അയ്യോഭാവം തോന്നിയെങ്കിൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000-ത്തിലധികം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് തനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്നുള്ള ദൈവത്തിന്റെ ചോദ്യത്തിനു മുമ്പിൽ യോന മറുപടിയില്ലാത്തവനായി നിന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.